3 ദിവസത്തെ ഗൾഫ് സന്ദർശനം പൂർത്തിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎഇയിൽ നിന്നും മടങ്ങി. അമേരിക്കയും യുഎഇയും തമ്മിൽ സുപ്രധാന കരാറുകൾ ഒപ്പുവെച്ചതിനു ശേഷമാണ് യുഎസ് പ്രസിഡന്റിന്റെ മടക്കം. സൗദി അറേബ്യ, ഖത്തർ, യുഎഇ എന്നീ 3 ഗൾഫ് രാജ്യങ്ങളിലൂടെയുള്ള ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അബുദാബിയിലെത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ $20,000 കോടി കരാറുകൾ ഒപ്പുവെച്ചാണ് യുഎസ് പ്രസിഡന്റിന്റെ മടക്കം. വ്യോമയാനം, പ്രകൃതിവാത ഉൽപാദനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും പ്രധാനമായും കരാറുകൾ ഒപ്പുവെച്ചത്. അബുദാബിയിൽ പുതിയ യുഎസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമ്പസ് തുറക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. അടുത്ത 10 വർഷത്തിനുള്ളിൽ യുഎസിൽ $1.4 ട്രില്യൺ നിക്ഷേപിക്കുമെന്ന വൻ പദ്ധതിയും യുഎഇ പ്രഖ്യാപിച്ചു. യുഎഇ അമേരിക്ക ബന്ധം വളർത്തുന്നതിൽ പ്രത്യേക പങ്കുവഹിച്ച ഡൊണാൾഡ് ട്രംപിന് യുഎഇയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സയ്യിദ് മുഹമ്മദി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ സമ്മാനിച്ചു. അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് സന്ദർശിച്ച ട്രംപ് പിന്നീട് പ്രസിഡൻഷ്യൽ കൊട്ടാരമായ ഖസർ അൽ വദനിൽ ഷെയ്ഖ് മുഹമ്മദ് ഒരുക്കിയ ഔദ്യോഗിക സ്വീകരണത്തിൽ പങ്കെടുത്തു. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ട്രംപിന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. ജനം, ദുബായ്.